ഒരു വികസനവും നടക്കാത്ത ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. കാരണം സ്വജനപക്ഷപാതം കൈമുതലാക്കിയ ഒരു ഭരണസമിതി, അഴിമതി മാത്രം, ഒരു പ്രോജക്റ്റ് ഇട്ടാൽ അതിൽ എന്ത് കിട്ടും എന്നുള്ളതിന് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണസമിതി, വികസന മുരടിപ്പ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ കേരളം ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചൂടിലാണ്, ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികളെല്ലാം വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. കോർപ്പറേഷനിലൊക്കെ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്ന അവകാശവാദമൊക്കെ ഉയർത്തുന്നുണ്ട്. LDFും UDFും ഒക്കെ മത്സരകളത്തിൽ സജീവമായി തന്നെയുണ്ട്. വോട്ടുറപ്പിക്കാനും വോട്ടർമാരെ കാണാനുമുള്ള ഒരു തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ആയിരിക്കുന്നത്. നമ്മളോടിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കരമനയിൽ നിന്നും ജനവിധി തേടുന്ന BJPയുടെ സ്ഥാനാർത്ഥി കരമന അജിത്തിന്റെ ഒരു പ്രതികരണമാണ്. വികസന അനന്തപുരി എന്ന ലക്ഷ്യമാണ് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അനന്തപുരിയുടെ വികസനം അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന ഒരു വാഗ്ദാനത്തോടെ BJP ഈ ഒരു പ്രചരണ രംഗത്ത് സജീവമാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മലയാളി വാർത്തയോട് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള വിജയം സമ്മാനിച്ച വ്യക്തിയാണ്. അങ്ങ് വീണ്ടും ജനഹിതം അല്ലെങ്കിൽ ജനവിധി തേടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് പ്രചാരണമൊക്കെ ഏതുവരെ എത്തി? നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വളരെ ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിജയമായിരുന്നു എൻ്റെ വിജയം. മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പലത CPMന്റെ വാർഡിൽ നിന്നാണ്, നെടുങ്കാട് വാർഡിൽ നിന്നാണ് ഞാൻ ജനവിധി തേടിയത്. ജനവിധി തേടുന്ന ആ സമയങ്ങളിൽ ഏകദേശം 17 ദിവസം ക്വാറന്റൈനിലും റിവേഴ്സ് ക്വാറന്റൈനിലും കടന്നിട്ട് കേവലം 9 ദിവസത്തെ പ്രചരണത്തിനിടയിലാണ് നമുക്ക് അവിടെ താമര പിരിയിക്കുവാൻ നമുക്ക് സാധിച്ചത്. പക്ഷെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ് അത്. പാർട്ടിയുടെ നമ്മുടെ എല്ലാ പ്രവർത്തകരും ഒത്തൊരുമയോ സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും സ്ഥാനാർത്ഥിക്ക് തുല്യമായ ഒരു സംഘടനാ പ്രവർത്തനം അവിടെ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കവിടെ വിജയിച്ചെടുക്കുവാൻ സാധിച്ചത്. 60 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വാർഡായിരുന്നു നെടുങ്കാട് വാർഡ്. അതിൽ 45 വർഷവും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള ആളാണ് ജയിച്ചിരുന്നത്. പഴയ കരമന സോമൻ, അതുപോലെ തന്നെ കരമന ഹരി, മുൻ മേയർ കരുണാകരൻ നായർ, ചെയർപേഴ്സൺ ആയിരുന്ന പുഷ്പലത തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്ത് നമുക്ക് താമര വിരിയിക്കുവാൻ കഴിഞ്ഞ പ്രാവശ്യം സാധിച്ചതിൽ തീർച്ചയായിട്ടും അത് പാർട്ടിക്ക് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജനശ്രദ്ധ ആകർഷിച്ച ഒരു വിജയം തന്നെയായിരുന്നു. അത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിപ്ലവാത്മകമായ മാറ്റത്തിന്റെ തുടക്കമാണ്. കയറി ചെല്ലാൻ പറ്റാത്ത ഇടം ബാലികേറാം മല എന്നൊക്കെ നമ്മൾ പുരാണങ്ങൾ പറയും പോലെ ആ ബാലികേറാം മല കയറിയ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസം പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നമുക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഏറ്റെടുക്കുന്നത്. അറിയാലോ, 2010 കേവലം 6 സീറ്റിൽ നിന്നാണ് 2015 നമുക്ക് 35 സീറ്റുമായി മുന്നോട്ട് പോയത്. അത് നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു 2020. തീർച്ചയായിട്ടും ആ 35 എന്നുള്ളത് 70-72ഓളം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. തിരുവനന്തപുരം നഗരം പ്രത്യേകിച്ച് നമുക്കറിയാം, വികസനത്തിന് വേണ്ടി കേഴുന്ന ഒരു വേഴാമ്പലാണ് തിരുവനന്തപുരം. മറ്റ് നഗരങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമാണ് ഒരു വികസനവും എത്താത്തത്. തൻ്റെതായ ഒരു വികസനം എടുത്തു പറയുവാൻ LDFന് ഇന്നേ വരെ സാധിക്കില്ല. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ, അത് സ്മാർട്ട് സിറ്റി ആയിരുന്നാലും, അതുപോലെ തന്നെ അമൃത് പ്രോജക്റ്റ് ആയിരുന്നാലും, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയായിരുന്നാലും തുടങ്ങി നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വികസനമല്ലാതെ തനത് വികസനം നടത്തി എന്ന് LDFന് അവകാശപ്പെടാൻ പറ്റില്ല. ഇത് പ്രബുദ്ധതയുള്ള കേരളത്തിലെ തിരുവനന്തപുരത്തിലെ 10 ലക്ഷത്തോളം ജനം ഒരു മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള മാറാത്തത് മാറും എന്ന് നമ്മുടെ രാജീവേട്ടൻ പറയും പോലെ, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും പോലെ, മാറാത്തത് തീർച്ചയായിട്ടും ഈ വർഷം മാറും. ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭ അതിന്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ പാർട്ടി ആയിരിക്കും, BJP ആയിരിക്കും, താമരയായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാകും. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ കാലം അത്രയും ഏകദേശം 43 വർഷം ഒരു തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതിയാണ് LDF നേതൃത്വം, അതായത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ മടുത്തു. കാരണം ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ
ക്യാപിറ്റൽ സിറ്റികൾ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് ഒരു വികസനവും നടക്കാത്ത ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. കാരണം സ്വജനപക്ഷപാതം കൈമുതലാക്കിയ ഒരു ഭരണസമിതി, അഴിമതി മാത്രം, ഒരു പ്രോജക്റ്റ് ഇട്ടാൽ അതിൽ എന്ത് കിട്ടും എന്നുള്ളതിന് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണസമിതി, വികസന മുരടിപ്പ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മാലിന്യ വിഷയമാണ്. മാലിന്യം അതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ അതൊരു പൊന്മുട്ടയിടുന്ന താറാവായി കാണുന്ന ഒരു സമീപനമാണ് മാറി മാറി വരുന്ന LDFന്റെ ഭരണസമിതി. കാരണം അതിനൊരു ശാശ്വത കേന്ദ്രം നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അത് അംഗീകരിച്ച കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ഒരു കേന്ദ്രം പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ ഇച്ഛ പോലെ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല? എങ്കിൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരമാകും. കേവലം പന്നി ഫാമുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം മാലിന്യ സംസ്കരണം നടത്തുമ്പോൾ എന്തുമാത്രം അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്ന് മനസ്സിലാക്കും. പന്നി ഫാമുകൾ ജൈവ മാലിന്യങ്ങൾ കൊടുത്തുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഇന്റർനാഷണൽ എയർപോർട്ട് അത് ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ വച്ച് നോക്കുമ്പോൾ ഫ്ലൈറ്റുകൾ വന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ 100 ഇരട്ടി വർദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫ്ലൈറ്റുകൾ കയറാനും തയ്യാറാനും പറ്റാത്ത അവസ്ഥ. കാരണം പക്ഷികൾ വന്ന് ഫ്ലൈറ്റുകൾ ഇടിക്കുമെന്നുള്ള ഭയം. കാരണം പക്ഷികൾ വരാനുള്ള കാരണം എന്താണ്? അതിന് ചുറ്റും മാലിന്യമാണ്, ഇറച്ചി മാലിന്യങ്ങളാണ്. ആ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൽ തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാനോ സാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ആ അവസ്ഥയ്ക്ക് കാരണം ആരാണ്? എന്തായാലും BJP അല്ല, എന്തായാലും ഇവർ പറയുമ്പോൾ അദാനിയും അല്ല. അതിന്റെ പിടിപ്പുകേടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ്. നിങ്ങൾക്കറിയോ, ഈ നഗരം നേരിടുന്ന മറ്റൊരു ഏറ്റവും വലിയ വിഷയം പട്ടിശല്യം. നിങ്ങൾ ഈ വരുന്ന ഭാഗത്ത് നോക്കൂ, ഈ പട്ടിശല്യത്തിന് ശാശ്വതമായ ഇന്നലെയും ഒരു 5 പേരെ കടിച്ചു എന്നാണ് ഞാൻ. ആശുപത്രിയിൽ പോകാൻ പറ്റില്ല, അവിടെ പട്ടി. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവിടെ പട്ടി. പ്രഭാത സവാരിക്ക് പോകാൻ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, പ്രഭാത സവാരിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. പട്ടികടി ഭയന്നുകൊണ്ട് ഇപ്പോൾ പ്രഭാത സവാരിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. മ്യൂസിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നമുക്കറിയാം, പട്ടികടിയേറ്റത്. അതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ എന്തിനേറെ പറഞ്ഞ എയറോ ട്രാവലിൽ ചെന്ന് നോക്കുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും നായ്ക്കളുടെ ഇവിടെ ABC പ്രോഗ്രാം നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു. ഈ ABC പ്രോഗ്രാം വഴി കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബഡ്ജറ്റിലും വകവരുത്തുന്നത്. ഈ ബഡ്ജറ്റിൽ വകവരുത്തുന്ന പണം എങ്ങോട്ട് പോകുന്നു? ഇവർ പറയുന്നതനുസരിച്ച് കൃത്യമായി ABC പ്രോഗ്രാം നടപ്പിലാക്കിയെന്ന് ഇന്നൊരു പട്ടിയും ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ ഈ പാർലമെന്റ് രംഗത്ത് തിരുവനന്തപുരം നഗരസഭയുടെ സഭയ്ക്കകത്തുണ്ടാകുന്ന ആളാണ്. ആ വർഷങ്ങളിൽ നമ്മൾ ഓരോ വർഷവും ABC പ്രോഗ്രാം വഴി കൊടുക്കുന്ന കണക്ക് പരിശോധിക്കുന്നവർ ഇന്ന് ഒരു പട്ടി പോലും ഉണ്ടാകാൻ സാധിക്കും. ഇന്നിപ്പോൾ നോക്കി ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ വർഷം ചെല്ലുന്നവരും നായ്ക്കളുടെ ശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പട്ടികളുടെ കടിയേറ്റ് നിരവധി ആൾക്കാർ ആശുപത്രിയിൽ പോകുകയാണ്, മരണപ്പെടുകയാണ്. തീർച്ചയായിട്ടും വാക്സിൻ, ഗുണപരമായ വാക്സിൻ കൊടുക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം സ്മാർട്ട് സിറ്റിയുടെ മേലെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അട്ടക്കുളങ്ങരയിൽ ഈ ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് ജീവിക്കുവാൻ പറ്റുന്ന, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സുസ്ഥിരമായ വികസനമാണ് നമ്മുടെ കാഴ്ചപ്പാട്, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്. പക്ഷെ സുസ്ഥിരമായ വികസനമാണ് അവിടെ നടക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കുന്ന സമയം ഒരു BNBC റോഡ് അടിച്ചത് കൊണ്ട് വികസനമാകുന്നില്ല. വരുന്ന ജനസംഖ്യ അനുപാതികത്തിനകത്ത് അവർക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം, അവരുടെ കുടിവെള്ളം എത്തിക്കുവാനുള്ള സൗകര്യം, അവരുടെ മഴവെള്ളം ഒലിച്ചു പോകാൻ പറ്റുന്ന സൗകര്യം, അവരുടെ ഇലക്ട്രിസിറ്റി കേബിളുകൾ കൃത്യമായി അണ്ടർഗ്രൗണ്ട് വഴി ഇടാനുള്ള സൗകര്യം. ഇപ്പോഴെന്താണ്, ഡ്രെയിനേജ് പൊട്ടി ഒഴുകി പല സ്മാർട്ട് സിറ്റികളും കുട്ടിപ്പൊഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഇത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. കോൺട്രാക്ടർമാർക്ക് അവരുടെ കയ്യിൽ നിന്നും പണം പറ്റുമ്പോൾ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യും. അതിനൊരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പണം വാങ്ങിക്കുന്നു.
പണം വാങ്ങുന്നത് കൊണ്ടാണല്ലോ ഇവർ മുമ്പിൽ ഇന്നത് ചെയ്യണം, കൃത്യമായി ചെയ്യണം എന്നതിനെ കുറിച്ച് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും അത്തരം കാരണങ്ങളൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ആ ചർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാകും. അത് ജനങ്ങൾ വികസനത്തെ ആഗ്രഹിക്കുന്നു. ആ വികസനം ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊണ്ടുവരാൻ മാത്രമേ, BJPക്ക് മാത്രമേ അത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ കാഴ്ച. തീർച്ചയായിട്ടും അത് BJPക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും.